ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ട്രാൻസ്പോർട്ട് ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ് ഓഫ് ഹയർ കോൺസെൻട്രേഷൻ എഗെയിൻസ്റ്റ് എ കോൺസെൻട്രേഷൻ വിത്ത് യൂസ് ഓഫ് മെറ്റബോളിക് എനർജി ഇൻപുട്ട്. ഓക്കെ, അതായത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ട്രാൻസ്പോർട്ട് ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ് ആണ്. അതെങ്ങനെയായിരിക്കും? ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും എങ്ങനെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സംഭവത്തെയാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നപ്പോഴും മെറ്റബോളിക് എനർജി ഇൻപുട്ട് ആയിരിക്കും. അവർക്ക് എന്താണ് ആവശ്യം? ഒരു എനർജി എക്സ്പെൻഡിച്ചർ പ്രോസസ്സാണ് അവർ. ഓക്കെ, ദെൻ ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സൊല്യൂട്ട് മോളിക്യൂൾസ് ആയിരിക്കും. അതായത് സെവറൽ ടൈംസ് ഹയർ ഓൺ സൈഡ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ദാൻ ദി അതർ. സോ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നപ്പോഴും എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ് ആയിരിക്കും. അത് സെവറൽ ടൈംസ് ഹയർ ഓൺ വൺ സൈഡ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. ഒരു പ്ലാസ്മ മെംബ്രെയിനിൽ ഒരു സൈഡിൽ എന്തായിരിക്കും? ഹയർ ആയിരിക്കും. ദെൻ ഇത് 2 ടൈപ്പ് ഉണ്ട് നമുക്ക്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നമുക്കറിയാം, ബൈൻഡിങ് പ്രോട്ടീൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്, അതായത് നമ്മൾ ABC ട്രാൻസ്പോർട്ടേഴ്സ് എന്ന് പറയും. പിന്നെ എന്താ ഉള്ളത്? മെംബ്രെയിൻ ബൗണ്ട് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നാണ് ഉള്ളത്. അങ്ങനെ 2 ടൈപ്പുള്ള ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കൂ, ബൈൻഡിങ് ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ABC ട്രാൻസ്പോർട്ടേഴ്സ് എന്ന് പറയും. ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതിന് മുന്നേ ഞാനൊരു പിക്ചർ കാണിച്ചു തരാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ എന്താണ് ബൈൻഡിങ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ പിക്ചർ. ഓക്കെ, അപ്പം ഇത് നോക്കൂ നിങ്ങളും, ഇത് കണ്ടോ? ഇതിനകത്ത് എന്താണ് ഒരു പെരിപ്ലാസം എന്ന് പറഞ്ഞൊരു ഔട്ടർ സ്പേസ് ഉണ്ട്, പെരിപ്ലാസം ഉണ്ട്. പിന്നെ ഇതിനടുത്ത് വേറൊരു ഡൊമെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ന്യൂക്ലിയോറ്റൈഡ് ബൈൻഡിങ് ഡൊമെയിനാണ്. ഓക്കെ, അപ്പോൾ 2 സ്പേസ് ആണുള്ളത്. പിന്നെ ABC ട്രാൻസ്പോർട്ടേഴ്സ് ഒരു ബീൻ ഷേപ്ഡ് സ്ട്രക്ചറായിട്ട് വരയ്ക്കുക നിങ്ങൾ. ഇത് ട്രാൻസ്പോർട്ടേഴ്സ് എന്ന് പറയും നമ്മൾ. ഇതാണ് നമ്മൾ ABC ട്രാൻസ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് 2 എണ്ണം. പിന്നെന്താണ്? അതിൻ്റെ മേളിൽ ഒരു സൊല്യൂട്ട് ബൈൻഡിങ് പ്രോട്ടീൻ വന്നിരിക്കും. ഓക്കെ, അപ്പം അതുണ്ട്. പിന്നെന്താണ്? ഇതിന് ഒരു ന്യൂക്ലിയോറ്റൈഡ് ഡൊമെയിൻ ഉണ്ട് കേട്ടോ. അതായത് 2 ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ അടിയിൽ ഒരു ന്യൂക്ലിയോറ്റൈഡ് ഡൊമെയിൻ അലൗഡാണ് ഉണ്ട്. അതിനുശേഷം ഈ ന്യൂക്ലിയോറ്റൈഡ് ഡൊമെയിനാണ് ATP. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മെറ്റബോളിക് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ATP എന്തായിട്ട് മാറുന്നുണ്ട്? ADP ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്താണ്? ഇത് ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് മോളിക്യൂൾസും റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് എന്ത് ഒരു ABC ട്രാൻസ്പോർട്ടിൻ്റെ സ്ട്രക്ചർ. നോക്കൂ, കണ്ടോ? അപ്പം ഇതിനകത്ത് എന്താണ്? ഒരു ബൈലിപ്പിഡ് ലെയറും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ ആ ഇത് ഡീറ്റെയിൽ വേർഷൻ എന്ന് വെച്ചാൽ വേറൊന്നല്ല, സബ്സ്ട്രേറ്റ് ബൈൻഡിങ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ, അതെങ്ങനെയായിരിക്കും? അപ്ടേക്കൺ ആൻഡ് ദെൻ ഇൻട്രാക്ട് വിത്ത് ABC ട്രാൻസ്പോർട്ടേഴ്സ്. ഓക്കെ, അതായത് സബ്സ്ട്രേറ്റ് ബൈൻഡിങ് മോളിക്യൂൾസ് എങ്ങോട്ട് നമ്മൾ ABC ട്രാൻസ്പോർട്ടേഴ്സായിട്ട് എന്ത് ചെയ്യും? ഇൻടേക്ക് ആവും. മനസ്സിലായോ? നമ്മൾ ഈ പടത്തിനകത്ത് കണ്ട പോലെ സബ്സ്ട്രേറ്റ് ബൈൻഡിങ് പ്രോട്ടീൻ വന്നിട്ട് എങ്ങോട്ടേക്ക് അറ്റാച്ച്ഡ് ആവും? ഈ സബ്സ്ട്രേറ്റ് ബൈൻഡിങ് പ്രോട്ടീൻ വന്നിട്ട് എങ്ങോട്ടേക്കാണ്? ABC ട്രാൻസ്പോർട്ടേഴ്സിലോട്ട് അറ്റാച്ച്ഡ് ആവും. ഇതാണ് ABC ട്രാൻസ്പോർട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ABC ട്രാൻസ്പോർട്ടേഴ്സിൽ അറ്റാച്ച്ഡ് ആകുമ്പോഴേക്കും എന്ത് സംഭവിക്കുക? ഇവിടെ ഈ ഒരു പോർ ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായോ? ഒരു പോർ ക്രിയേറ്റ് ചെയ്യും. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിനകത്ത് പറയാൻ പോകുന്നത്. ABC ട്രാൻസ്പോർട്ടേഴ്സിനകത്ത് സൊല്യൂട്ട് ബൈൻഡിങ് പ്രോട്ടീൻസ് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോഴേക്കും ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു പോർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, പോർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യും? ബൈലിപ്പിഡ് ലെയറിൻ്റെ അകത്തോട്ട് കയറിപ്പോവും. അതായത് സൈറ്റോപ്ലാസ്മിക് മെട്രിക്സിലോട്ട് എന്ത് ചെയ്യും? ഇവർ ഇറങ്ങിച്ചെല്ലും. ഓക്കെ, എന്നിട്ട് എന്താണ്? ദ സബ്സ്ട്രേറ്റ് ബൈൻഡിങ് പ്രോട്ടീൻസ് മോളിക്യൂൾസ് ABC ട്രാൻസ്പോർട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴേക്കും സബ്സ്ട്രേറ്റ് ബൈൻഡിങ് പ്രോട്ടീൻസ് എങ്ങോട്ടേക്കാവും? ഈ ട്രാൻസ്പോർട്ടേഴ്സായിട്ട് അറ്റാച്ച്ഡ് ആവും. എന്ന് കഴിഞ്ഞാൽ ദീസ് ABC ട്രാൻസ്പോർട്ടേഴ്സ് ഫോം എ പോർ. ഒരു പോർ എന്ത് ചെയ്യും? അവർ ട്രാൻസ്പോർട്ടേഴ്സിൽ പോർ ഫോം ചെയ്യും. എന്നിട്ട് അതായത് പ്ലാസ്മ മെംബ്രെയിനകത്തുള്ള അതിനകത്ത് ഒരു പോർ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സബ്സ്ട്രേറ്റ് എങ്ങോട്ടേക്ക് അറ്റാച്ച്ഡ് ഇൻസൈഡ് ദ സെല്ലിലോട്ട് എന്ത് ചെയ്യും? ഇത് പോകും. ഓക്കെ, അതായത് ഹോൾ വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തോട്ട് കയറി പോകുമല്ലോ, അങ്ങനെ അവർ അകത്തോട്ട് പോകും. ഇതൊരു എനർജി എക്സ്പെൻഡിച്ചർ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ATP എന്താണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്? ATP ആണ് നമുക്ക് ഇന്നത്തെ ആവശ്യമായിട്ട് വരുന്നത്. ATP ഈസ് ഡിനൈഡ് ബൈ യൂസിങ് ന്യൂക്ലിയോറ്റൈഡ് ബൈൻഡിങ് ഡൊമെയിൻ. ATP ഇവിടെ ഉണ്ടാവണം എങ്ങനെയായിരിക്കും? ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ന്യൂക്ലിയോറ്റൈഡ് ബൈൻഡിങ് ഡൊമെയിൻ ഉണ്ടെന്ന്. അപ്പം ആ ന്യൂക്ലിയോറ്റൈഡ് ബൈൻഡിങ് ഡൊമെയിനാണ് എന്ത് ചെയ്യുന്നത്? ATPനെ എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ന്യൂക്ലിയോറ്റൈഡ് ബൈൻഡിങ് പ്രോട്ടീൻസ്. അത് കഴിഞ്ഞതിന് ശേഷം
ഈ എ ബി സി റിസപ്റ്റേഴ്സ് ഓക്കെ എ ബി സി റിസപ്റ്റേഴ്സ് എന്ത് കൊടുക്കും, സിഗ്നൽ കൊടുക്കും. ഓക്കെ, അതായത് ഈ സബ്സ്ട്രേറ്റ് വന്ന് അറ്റാച്ച് ആയിട്ടുണ്ട് എന്ന് എ ബി സി റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും, സിഗ്നൽ കൊടുക്കും. ഓക്കെ, മോളിക്യൂൾ ഔട്ട്സൈഡിലുള്ള മോളിക്യൂൾസ് വന്നിട്ടുണ്ടെന്ന് സിഗ്നൽ കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ന്യൂക്ലിയോടൈഡ് ഡൊമൈൻ ഉണ്ടല്ലോ, ആ ന്യൂക്ലിയോടൈഡ് ഡൊമൈൻ എന്ത് ചെയ്യും, ഹൈഡ്രോലൈസസ് ദ എ ടി പിനെ എന്ത് ചെയ്യും, ഹൈഡ്രോലൈസ് ചെയ്യും. ഓക്കെ, എ ടി പിനെ ഹൈഡ്രോലൈസ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും, എ ഡി പിയും ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഓക്കെ, എ ഡി പിയും ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഈ എ ബി സി ട്രാൻസ്പോർട്ടേഴ്സ് വിൽ ക്യാരി ദ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. എ ബി സി ട്രാൻസ്പോർട്ടേഴ്സ് എന്ത് ചെയ്യും, സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിനെ അവർ ക്യാരി ചെയ്യും. ഓക്കെ, ദേ വിൽ ക്യാരി ദ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് ഫ്രം ഔട്ട്സൈഡ് ഇൻ ടു ദി സെൽ. ഓക്കെ, ഔട്ട്സൈഡിൽ നിന്ന് സെല്ലിനകത്തോട്ടായിരിക്കും അവർ കൊടുക്കുന്നത്. ഈ സോളിഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് എഗെയിൻ ഗോസ് ആൻഡ് ക്യാരി അനദർ സെപ്പറേറ്റ് മോളിക്യൂൾ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, അവർ വേറെ കരിയർ മോളിക്യൂൾസിനെ പോയെടുത്തിട്ട് അവരെന്ത് ചെയ്യും, അത് കണ്ടിന്യൂ ചെയ്യും. ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും, അവർ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ നോട്ട്. അപ്പം നോക്കൂ, ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എ ബി സി ട്രാൻസ്പോർട്ടേഴ്സ്. ഇത് നമ്മുടെ എന്താണ്, ട്രാൻസ്പോർട്ടറാണ്. ഇത് രണ്ടും ട്രാൻസ്പോർട്ടറാണ്. അപ്പോൾ ഈ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോഴേക്കും ഇവരെന്ത് കൊടുക്കും, ഇവർ സിഗ്നൽസ് കൊടുക്കും. മനസ്സിലായോ? അതായത് ന്യൂക്ലിയോടൈഡ് ബൈൻഡിങ് സിഗ്നൽസ് കൊടുക്കും. ഡൊമെയിൻ സിഗ്നൽസ് കൊടുത്തിട്ട് എ ടി പി എന്തായിട്ട് മാറും, എ ഡി പി ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്, കാരണം ഇതൊരു മെറ്റബോളിക് പ്രോസസ്സാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോഴെന്ത് ചെയ്യും, ഈ മെറ്റബോളിക് പ്രോസസ്സ് ആയതുകൊണ്ട് എ ടി പി എ ഡി പി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ന്യൂക്ലിയോടൈഡ് ബൈൻഡിങ് ഡൊമെയിൻ്റെ സഹായത്തോടെ അവരെന്താണ്, അവർ പുറത്തൊരു ഔട്ട്സൈഡിൽ ഒരു സബ്സ്ട്രേറ്റ് ബൈൻഡിങ് മോളിക്യൂൾ വന്നിട്ടുണ്ടെന്ന് അവർക്ക് സിഗ്നൽ കിട്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഈ സംഭവത്തിനെ ഈ നമ്മൾ പറയുന്ന പ്രോട്ടീൻ ബൈൻഡിങ്ങിൻ്റെ സൊല്യൂട്ടിനെ എന്ത് ചെയ്യും, പോർ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ അവർക്ക് സിഗ്നൽ കിട്ടും. അങ്ങനെ എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇത് അകത്തോട്ട് പെനിട്രേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് അപ്പോൾ എ ബി സി ട്രാൻസ്പോർട്ടേഴ്സ്. ഇനി എ ബി സി ട്രാൻസ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഴ്സ് വെറൈറ്റി ഓഫ് ഷുഗേഴ്സ്, മാൾട്ടോസ്, വൈറ്റമിൻസ്, അയോൺസ്. അതാണ് ഈക്കോളയിലാണ് മെയിൻലി ഇത് കാണാം. ഈക്കോളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നൊരു വെറൈറ്റി ഓഫ് ഷുഗേഴ്സാണ്. അമിനോ ആസിഡ് ഉണ്ട്, അത് ഗ്ലൂട്ടമിൻ വഴിയാണ്, ഈ ഒരു മെക്കാനിസം വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഈക്കോളെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്നത്തെ കമ്പോണൻറ്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് സബ്സ്ട്രേറ്റ് റിസപ്റ്റർ സൈൻറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ബാക്ടീരിയയിൽ കാണുന്ന നമുക്ക് എന്തൊക്കെയെന്ന് നോക്കാം. ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ ഈ കമ്പോണൻറ്റ്സ് പാർട്സ്, ഗ്രാം നെഗറ്റീവിൽ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് പെരിപ്ലാസ്മിക് സ്പേസിലാണ് കേട്ടോ. എവിടെയാണ്, പെരിപ്ലാസ്മിക് സ്പേസ്. അത് കഴിഞ്ഞിട്ട് ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ ഇത് അറ്റാച്ച്ഡ് ടു മെംബ്രെയിൻ ലിപ്പിഡ്സ്. എവിടെയാണ്, മെംബ്രെയിൻ ലിപ്പിഡ്സിലാണ് അറ്റാച്ച്ഡ് ആക്കുന്നത്. ഓക്കെ,